ഹരേ കൃഷ്ണ. ഒരു ഗുരുവായൂർ തീർത്ഥാടനം പോലെ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് ഒരു സഹോദരി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട് വായിക്കാൻ. അപ്പോൾ കേൾക്കാനും നിങ്ങൾ അങ്ങനെ തന്നെ സുഖം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചാനൽ ത്രിമധുരം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹരേ കൃഷ്ണ. എനിക്ക് ഗുരുവായൂരപ്പൻ തന്ന വലിയൊരു സ്വീകരണമാണ് ഇവിടെ പറയാനുള്ളത്. എൻ്റെ പേരോ സ്ഥലമോ ഞാൻ പറയുന്നില്ല. എനിക്ക് കണ്ണൻ്റെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ഒരു കാരണവുമുണ്ട്. ആരോ പറയുന്നത് കേട്ട് നമുക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയരുത്, അത് മനസ്സിൽ തന്നെ വെക്കേണ്ടതാണെന്ന്. അതുകൊണ്ട് തന്നെ പറഞ്ഞില്ല. പക്ഷേ ത്രിമധുരം ചാനലിലെ എല്ലാ അനുഭവ കഥകളും ഞാൻ കേൾക്കാറുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ സന്തോഷമാണ്. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഗുരുവായൂർ ഭജനം ഇരിക്കണമെന്ന്. അങ്ങനെ ഞാൻ കണ്ണനോട് പറഞ്ഞു, ഭജനം ഇരിക്കാൻ വരുമ്പോൾ എനിക്ക് ഒരു അനുഭവം തരണം. ആ അനുഭവം ഞാൻ ത്രിമധുരം ചാനലിൽ പറഞ്ഞുകൊള്ളാമെന്ന്. എന്നെ ഞെട്ടിച്ചു കളഞ്ഞ അനുഭവം ഞാൻ പറയട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. കുറച്ചു നാളായി എനിക്ക് ഗുരുവായൂരിൽ വന്ന് ഭജനം ഇരിക്കണമെന്ന് ഒരു തോന്നൽ മനസ്സിൽ കയറി. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. കൃഷ്ണനും ഭഗവതിയും ആണ് അവിടെ. അവിടെ ഞാൻ ദിവസവും തൊഴാൻ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തിരുമേനിയെ പരിചയവുമുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഗുരുവായൂരിൽ പോകണം, ഭജനം ഇരിക്കണമെന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ തിരുമേനി പറഞ്ഞു, നല്ല കാര്യം, പോയി വരൂ. പോകുന്നതിന് മുൻപ് ഇവിടുത്തെ കണ്ണനോടും ഭഗവതിയോടും പറഞ്ഞ് സമ്മതം ചോദിക്കണം. കൂടാതെ 2 സ്ഥലത്തും നെയ്വിളക്കും മാലയും സമർപ്പിച്ചോളൂ എന്ന്. അങ്ങനെ ഞാൻ ചെയ്തോളാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആദ്യം വിചാരിച്ച ഡേറ്റിന് എനിക്ക് പോകാൻ പറ്റില്ല. അടുത്ത ആഴ്ച പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫെബ്രുവരി 17 തിങ്കളാഴ്ച പോകാമെന്ന തീരുമാനത്തിലെത്തി. അന്ന് രാവിലെ തിരുമേനി പറഞ്ഞതുപോലെ നെയ്വിളക്കും മാലയും വെച്ച് പ്രാർത്ഥിച്ചു പോന്നു. ഞാനും അമ്മയും കൂടിയാണ് പോയത്. ഗുരുവായൂരിൽ എനിക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ വരുന്നുണ്ട്, റൂമിന്റെ കാര്യം അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വന്നോളാനും പറഞ്ഞു. സത്യം പറഞ്ഞാൽ റൂം എടുക്കാനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരുന്നു, സാധാരണ ഒരു റൂം മതി, രാത്രി വന്ന് കിടക്കുകയും ബാഗ് വെക്കുകയോ അല്ലേ വേണ്ടൂ, ബാക്കി മുഴുവൻ സമയവും അമ്പലത്തിൽ തന്നെയാണല്ലോ. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും അമ്മയും കൂടി ബസ്സിൽ പുറപ്പെട്ടു. 5:30 ആയപ്പോൾ ഗുരുവായൂരെത്തി. അവിടെ എത്തിയപ്പോഴാണ് കണ്ടത്, ആ ചേട്ടന്റെ കോൾ ഉണ്ടായിരുന്നു. ബസ്സിലായതുകൊണ്ട് ഞാൻ കേട്ടില്ല. എനിക്ക് വാട്സപ്പിൽ വോയിസ് ഇട്ടിരിക്കുന്നു. ആ ചേട്ടന്റെ ഒരു റിലേറ്റീവിന്റെ ഫ്ലാറ്റ് ഉണ്ട് അവിടെ നിന്നോളൂ, വെറുതെ ക്യാഷ് കളയണ്ടല്ലോ. കീ വാച്ച്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലൊക്കേഷനും അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് തന്നെ ലൊക്കേഷനിലെത്തി. അവിടെ ആ വാച്ച്മാൻ ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ എല്ലാം പറഞ്ഞു. കീ തന്നു, ഫ്ലാറ്റ് കാണിച്ചു തന്നു. അവരുടെ ഫ്ലാറ്റിന്റെ പേര് വൈകുണ്ഠം. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു 2 BHK ഫ്ലാറ്റ്. കയ്യിൽ അധികം ക്യാഷ് ഇല്ലാതെ പോയി എനിക്ക് ഗുരുവായൂരപ്പന്റെ ആദ്യത്തെ സ്വീകരണം അങ്ങനെയായിരുന്നു. അവിടെ ബാഗ് വെച്ച് ഫ്രഷായി തൊഴാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി നടക്കിലെത്തി. ഭഗവതിയുടെ നടയിലൂടെ അകത്ത് കയറി. ചേട്ടൻ ഗുരുവായൂർ ദേവസ്വം സ്റ്റാഫ് ആയതുകൊണ്ട് ഞങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. നാലമ്പലത്തിൽ കയറി പകുതിയായപ്പോൾ ദീപാരാധനയ്ക്ക് നടയടച്ചു. ഞാൻ ആദ്യമായാണ് അവിടുത്തെ ദീപാരാധന കാണുന്നത്. എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ദീപാരാധന ഭംഗിയായി കാണാൻ പറ്റി. കണ്ണനെ നന്നായി കണ്ടു തൊഴുതു പുറത്തു കടന്നു. കണ്ണനെ കൺകുളിക്കെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് ആ ചേട്ടൻ വീണ്ടും വന്നു. ഭഗവാന്റെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. സ്റ്റാഫ് ടിക്കറ്റിൽ കയറി ഭക്ഷണം വാങ്ങിത്തന്നു. ആ ചേട്ടൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ കയറി ശിവേലിയും വിളക്കും കണ്ട് തൊഴാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുത്തമ്പലത്തിന്റെ അവിടെ ഇരുന്നു. ഞാൻ അവിടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തൃപ്പുകയ്ക്ക് പുകയ്ക്കാനുള്ള ഉമി എടുക്കാൻ വന്നു. ഞാൻ ഇരിക്കുന്നതിന്റെ പിന്നിലാണ് ഉമിയുടെ പാത്രം ഇരുന്നത്. ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തപ്പോൾ അവിടെ ഇരുന്നുകൊള്ളൂ, ഉമി എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണന്റെ ലീലകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ചില സമയത്ത് ഉമയുടെ പാത്രം വെച്ചിടത്ത് കാണില്ല എന്നൊക്കെ. പിന്നീട് ആള് പോയി. കുറച്ചു കഴിഞ്ഞ് ആ ആൾ ചുറ്റുവിളക്ക് കത്തിക്കാനുള്ള നീളമുള്ള വടിയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, വിളക്ക് കത്തിക്കണ്ടേ എന്ന്. ആ കത്തിക്കണമെന്ന് ഞാനും പറഞ്ഞു. എങ്കിലും വരൂ, തിരികെ എത്തിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. സാധാരണ വിളക്ക് സമയത്ത് ആന ഒരു പ്രദക്ഷിണം വെച്ച് കഴിയുമ്പോഴാണ് ഞാൻ തിരികെത്തിക്കാറുള്ളത്. പക്ഷേ അപ്പോൾ വിളക്ക് തുടങ്ങിയിട്ടില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു. രണ്ടാമതും ആ ആള് വന്നു വിളിച്ചു. കൂടെ ചെന്നപ്പോൾ കൊടിമരത്തിന്റെ അടുത്തുള്ള ദീപസ്തംഭത്തിൽ വിളക്ക് വെക്കാനാണ് എന്നെ വിളിച്ചു കൊണ്ടുപോയത്. ദീപസ്തംഭത്തിൽ ചുറ്റും ദീപം കത്തിക്കാൻ കൂടെ നിന്നവരോട് ആ ആൾ പറഞ്ഞു, കത്തിക്കാൻ വരട്ടെ, ഇവര് ആദ്യം കത്തിക്കട്ടെ, എന്നിട്ട് മതി ബാക്കി കത്തിക്കുന്നത് എന്ന്. ആവശ്യമുള്ളത് കത്തിച്ചിട്ട് അമ്മയ്ക്കും കൊടുക്കൂട്ടോ എന്ന് പറഞ്ഞു. എന്താ അവിടെ സംഭവിക്കണതെന്ന് എനിക്ക് മനസ്സിലാവണില്ലായിരുന്നു. ഞാൻ തിരികെത്തിച്ച് ബാക്കി അമ്മയ്ക്ക് കൊടുത്തു.
ദീപം കത്തിക്കാൻ ഞാൻ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ആ ആൾ പറഞ്ഞു, എവിടെയും പോകണ്ട, ഭഗവാൻ ഇപ്പൊ പുറത്തേക്ക് എഴുന്നള്ളിക്കും, മുൻപിൽ തന്നെ നിന്ന് കണ്ടാൽ മതിയെന്ന്. എനിക്ക് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ അറിയില്ല, കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കണ്ണൻ എന്നെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് പോലെ തോന്നി എനിക്ക്. അങ്ങനെ കണ്ണനെ ആനപ്പുറത്ത് കയറ്റുന്നതും വിളക്ക് എഴുന്നള്ളിക്കുന്നതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുൻപിൽ തന്നെ നിന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. മനസ്സ് നിറഞ്ഞു. നെയ്പ്രസാദം വാങ്ങി കൃഷ്ണനാട്ടവും കഴിഞ്ഞാണ് ഞങ്ങൾ ഫ്ലാറ്റിൽ പോയത്. രാവിലെ നിർമ്മാല്യം തൊഴാനുള്ള പേര് എഴുതിയിട്ടിരുന്നു ആ ചേട്ടൻ. സുഖമായി തൊഴുതു. അരമണിക്കൂറോളം ഉള്ളിൽ തന്നെ ഇരുന്ന് നാമം ജപിക്കാൻ പറ്റി. നിവേദ്യമായപ്പോൾ പുറത്തു കിടന്നു. പിന്നെ ഞാനും അമ്മയും കൂടി കുത്തമ്പലത്തിന്റെ അവിടെ തന്നെ ഇരുന്ന് നാമം ജപിച്ചു. എൻ്റെ അടുത്തായി 2 സ്ത്രീകൾ വന്നിരുന്നു. അവരുടെ കയ്യിൽ 6 മാസം പ്രായമുള്ള 2 കുട്ടികളുണ്ട്. അതിലൊരാൾ നല്ല ഉറക്കം. ഒരു കുഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ നോക്കുന്നു, ചിരിക്കുന്നു. അതിനിടയിലെ ഒരു വയസ്സായ ആൾ വന്ന് കുട്ടികളെ കളഭം തൊടിച്ചു കൊടുത്തു. കുറച്ച് എനിക്കും തന്നു. അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോഴും ഈ മോൻ എന്നെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ അമ്മയോട് ചോദിച്ചു, മോന് പരിചയക്കേടുണ്ടോ എന്ന്. ഉണ്ടെന്ന് അവര് പറഞ്ഞു. പക്ഷെ ഞാൻ കൈ നീട്ടിയപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒറ്റച്ചാട്ടം. ഞാൻ കുറച്ചു നേരം മോനെ എടുത്തു നടന്നു. ഒരു ഉമ്മ ഒക്കെ കൊടുത്തു, തിരികെ കൊടുത്തു. അങ്ങനെ പല പല രൂപങ്ങളിലാണ് കണ്ണൻ മായാജാലം കാട്ടിയിരുന്നത്. ഞാൻ നാരായണനാമം സ്ഥിരമായി എഴുതാറുണ്ട്. ഞാൻ ഗുരുവായൂരിൽ വരുന്നതിൻ്റെ അന്ന് ഒരു ബുക്ക് എഴുതി കഴിഞ്ഞിരുന്നു. കൊടിമരത്തിന്റെ അവിടെ സമർപ്പിക്കാൻ കയ്യിൽ വെച്ചു. എവിടെയാ വെക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് കയ്യിൽ തന്നെ വെച്ചു. 11:30 ആ ചേട്ടൻ വീണ്ടും വന്നു. ഞങ്ങളെ അകത്തു കയറ്റി തൊഴാൻ കൊണ്ടുപോയി. അപ്പോഴും നല്ലപോലെ കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റി. തിരിച്ച് കുത്തമ്പലത്തിന്റെ അവിടെ പോയിരുന്നു. അന്ന് 1:30 നട അടച്ച് 4:30 തുറന്നത്. ഞങ്ങൾ 4:30 അകത്ത് കയറി. ഭഗവാനെ പുറത്തുനിന്ന് തൊഴുതുപോയി ഇരുന്ന് നാമം ചൊല്ലി. 5 മണിയായപ്പോൾ ആ ചേട്ടൻ വീണ്ടും വന്നു. അകത്ത് കയറി തൊഴാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബുക്ക് എവിടെയാ വെക്കേണ്ടതെന്ന്. എന്നോട് അത് കയ്യിലെടുത്തോളാൻ പറഞ്ഞു. ഞാൻ ആ ബുക്ക് കയ്യിൽ വെച്ചു. അങ്ങനെ നേരെ ഉള്ളിൽ കയറി ഭഗവാന്റെ മുന്നിലെത്തി. ആ ചേട്ടൻ ഞങ്ങളെ നമസ്കാര മണ്ഡപത്തിന്റെ മുമ്പിൽ ചങ്ങല കെട്ടിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കയറ്റി നിർത്തി നന്നായി തൊഴുതുകൊള്ളാൻ പറഞ്ഞു. ഞാനും അമ്മയും കണ്ണന്റെ നേരെ മുൻപിൽ. എന്ത് അത്ഭുതമാണ് നടന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു 5 മിനിറ്റ് നേരം കണ്ണനെ കൺകുളിർക്കെ കണ്ടു തൊഴുതു. കൂടാതെ ഞാൻ എഴുതിയ ബുക്ക് അവിടെയുള്ള ഉരുളിയുടെ തൊട്ടടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ബുക്ക് നേരിട്ട് കണ്ണനെ സമർപ്പിക്കാൻ പറ്റി. ഞാൻ സ്വപ്നം കാണാനെന്ന് തോന്നി എനിക്ക് ആ കുറച്ച് നിമിഷങ്ങൾ. അമ്മ സന്തോഷം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. എൻ്റെയും കണ്ണു നിറഞ്ഞു. ഇത്രയും നല്ല പോലെ കണ്ണനെ കാണാൻ കഴിഞ്ഞതിന് കണ്ണനോട് നന്ദിയും പറഞ്ഞു. തൊഴുതു പുറത്തിറങ്ങി. എൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പറയാൻ വാക്കുകളില്ല. പുറത്തിറങ്ങി ഞങ്ങൾ പ്രസാദ കൗണ്ടറിന്റെ അവിടെ ഇരുന്നു. ആ ചേട്ടൻ പോവുകയും ചെയ്തു. അന്ന് ശ്രീഭൂതബലി ഉണ്ടായിരുന്നു. അതും കണ്ടു തൊഴുതു. എല്ലാം കഴിഞ്ഞ് നെയ് വാങ്ങാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ഭഗവാന്റെ സദ്യയുടെ പുളിശ്ശേരി ഉണ്ട്, വേണോന്ന്. പക്ഷേ ഞങ്ങൾ പിറ്റേ ദിവസമേ തിരിച്ചു വീട്ടിൽ വരുള്ളൂ. അപ്പോഴേക്കും കേടായാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ആൾ പറഞ്ഞു, ഇല്ല, കേടുവരില്ല എന്ന്. പിന്നീടാണ് ഞാൻ ഓർത്തത് ഫ്ലാറ്റിൽ ഫ്രിഡ്ജുണ്ട്, അതിൽ വെക്കാമെന്ന്. അങ്ങനെ ഞാൻ വേണമെന്ന് പറഞ്ഞു. എന്നോട് അവിടെ നിൽക്കൂ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് നട അടച്ചിരുന്നു. ഞാൻ കണ്ണനോട് എനിക്ക് തന്ന ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് നമസ്കരിച്ചു. അപ്പോഴേക്കും ആ ആൾ വന്ന് ഒരു കവർ തന്നു. അതിൽ പുളിശ്ശേരിയും ഒരു ഉണ്ണിയപ്പവും. തിരിച്ചു പോകുമ്പോൾ കണ്ണൻ്റെ വക ഗിഫ്റ്റ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു തൊഴിൽ. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു കണ്ണൻ. കയ്യിൽ പണമില്ലാതിരുന്ന എനിക്ക് താമസിക്കാൻ ഫ്ലാറ്റ്, കഴിക്കാൻ സമൃദ്ധമായ ഭക്ഷണം, എപ്പോൾ ചെന്നാലും കൺകുളിർക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ ദർശനം. ഒരു അനുഭവമാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ കൈ നിറയെ അനുഭവങ്ങളായിട്ടാണ് കണ്ണൻ എന്നെ തിരിച്ചുവിട്ടത്. പല രൂപത്തിൽ, പല ഭാവത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഗുരുവായൂരിൽ വരുന്നതിന് മുൻപ് തന്നെ ആ തിരുമേനി പറഞ്ഞിരുന്നു, എന്താണ് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്ന്. അതുപോലെ തന്നെ ഉണ്ടായി. തിരിച്ചു വന്ന് ഞാൻ തിരുമേനിയോട് നടന്നതെല്ലാം പറഞ്ഞു. ഭഗവാൻ കൂടെയുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.